നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ശാരീരിക പരിമിതികൾ ഒന്നും നീന്തലിന് തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആലുവ സ്വദേശിയായ 40-കാരനായ യുവാവ്. 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്ന ആലുവ മേത്താശ്ശേരി പുഷ്കരൻ ലളിത ദമ്പതികളുടെ മകൻ രതീഷാണ് ചേർത്തല വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ച് വരെയുള്ള വേമ്പനാട്ടുകായലിൻ്റെ 7 കിലോമീറ്റർ ദൂരം കൈകൾ ഉപയോഗിച്ച് 2 മണിക്കൂർ കൊണ്ട് നീന്തി കീഴടക്കി പുതുചരിത്രം കുറിച്ചത്. ഞായറാഴ്ച രാവിലെ 7:31 അർജുന അവാർഡ് ജേതാവ് ക്യാപ്റ്റൻ സജി തോമസ് ഫ്ലാഗ് ഓഫ് ചെയ്ത നീന്തൽ 9:31 അവസാനിച്ചത്. വൈക്കം കായലോര ബീച്ചിൽ നീന്തി കയറിയ രതീഷിനെ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് ചെയർമാൻ PT സുഭാഷ്, വാർഡ് കൗൺസിലർ ബിന്ദു ഷാജി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. സാധാരണ ബോധമംഗലക്കാരാണ് ഇവിടെ വരുന്നത് അല്ലേ. ഷാജു എന്നൊരാൾ ആദ്യമായിട്ട് വരികയും അദ്ദേഹം തന്റെ പരിമിതികളെ ഒക്കെ മറികടന്നുകൊണ്ട് വൈക്കം വേമ്പനാട് കായൽ നീന്തി കിടന്ന് നമ്മുടെ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ആൾക്കാർക്കിടയിൽ ചെറിയൊരു പ്രശ്നം അല്ലേ, ഒരു നല്ല തലവേദന വന്നാൽ തന്നെ ആൾക്കാരെന്ത് ചെയ്യും, പിന്നെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ പരിമിതികൾ മറികടന്നുകൊണ്ട് നല്ല നിശ്ചയദാർഢ്യത്തോട് അതോടൊപ്പം തന്നെ സന്തോഷത്തോടു കൂടി നമ്മുടെ മുന്നിലിരിക്കുന്ന രതീഷ് ഏവർക്കും അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് മാതൃകയെ കൂടി ആക്കാവുന്ന ഒരാൾ തന്നെയാണ്. കഴിഞ്ഞ 25-ൽ പരം കുട്ടികളായാലും മുതിർന്നവരാണേലും ഇവിടെ വന്ന് വേമ്പനാട് കായലിൻ്റെ ഓളവും പരപ്പിലുമെല്ലാം അത്രത്തോളം അപകട സാധ്യതയുള്ള ഒന്നാണ്. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് 2 കാലും പോളിയോ വന്ന് തളർന്ന് വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി 40 വയസ്സെന്നാണ് പറയുന്നത് അല്ലേ, 40 വയസ്സുള്ള പ്രിയപ്പെട്ട ഈ രതീഷ് വേമ്പനാട് കായൽ നീന്തി കിടക്കുമ്പോൾ ഏറെ അഭിമാനം. വൈക്കത്തുകാർ നിങ്ങളുടെ നാടിനോടൊപ്പം തന്നെ വൈക്കം എന്ന ചരിത്ര പ്രസിദ്ധമായ ഈ നഗരത്തിൻ്റെ പൗരാവലിയുടെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും ആത്മാർത്ഥമായി ഈ നഗരസഭ നിങ്ങളെ അനുമോദിക്കുവാനാണ് പ്രിയപ്പെട്ട ഈ കൊച്ചനുജനെ ഞങ്ങൾ ഈ നാടിന് വേണ്ടി അനുമോദിക്കുക. ശാരീരിക പരിമിതികളെ മനക്കരുത്തുകൊണ്ട് പരാജയപ്പെടുത്തിയ രതീഷിനെ പരിശീലകൻ സജി വാളാഞ്ചേരി, മാതാവ് ലളിത, മകൻ ഇഷാൻ, രതീഷിന്റെ സുഹൃത്തുക്കൾ തുടങ്ങിയവർ അഭിനന്ദിച്ചു. വൈക്കം നഗരസഭാ അധികൃതർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, രതീഷിന്റെ സുഹൃത്തുക്കൾ, വാളാശ്ശേരി റിവർ സ്വിം ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കാൻ എല്ലാവരും നീന്തൽ പരിശീലിക്കണമെന്നും തനിക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ പരിമിതികൾ ഇല്ലാത്ത ഏതൊരാൾക്കും ഇത് സാധ്യമാകുമെന്നും രതീഷ് പറഞ്ഞു. സ്കൂൾ തലം മുതൽ നീന്തൽ പഠിപ്പിക്കുക. നീന്തൽ ഏവർക്കും ശാരീരിക പരിമിതിയുള്ള എനിക്ക് ചെയ്യാമെങ്കിൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാവരെയും പഠിപ്പിക്കുക, മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ എന്നെപ്പോലെ തന്നെ ശാരീരിക പരിമിതിയുള്ള എല്ലാവർക്കും മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് സാർ ഇത് ചെയ്യിപ്പിച്ചത്. 15,000-ലധികം പേരെ സൗജന്യമായി നീന്തൽ അഭ്യസിപ്പിച്ചിട്ടുണ്ടെങ്കിലും രതീഷിന്റെ നേട്ടം തന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതായി പരിശീലകൻ സജി വാളാഞ്ചേരി പറഞ്ഞു. 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് കീഴേക്ക് തളർന്ന വ്യക്തിയാണ് രതീഷ്. രതീഷിനെ നീന്തൽ പഠിപ്പിച്ച് ഇതിങ്ങനെ വേമ്പനാട്ട് കായൽ കുറുകയാണ് ഇന്ന് നീന്തിയിരിക്കുന്നത്. വേമ്പനാട്ട് കായൽ പോലെയുള്ള കായൽ കുറുകെ നീന്തിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ നീന്തൽ പഠിക്കാൻ ഒരു ആത്മവിശ്വാസം കൊടുക്കാനാണ് എനിക്ക് രതീഷിലൂടെ കഴിഞ്ഞത്, ഇന്ന് സാധിച്ചത്. അപ്പം ഒരാൾ പോലും മുങ്ങി മരിക്കേണ്ട കാര്യമില്ല. നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒരു മണിക്കൂർ വീതം 1 മാസം നീന്തൽ പഠിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ആരും മുങ്ങി മരിക്കേണ്ടതില്ല. അത് അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷിന് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.